Hi friends, welcome to our channel Keen on Fire. നമുക്ക് ബാക്കി PVQs ചെയ്യാം. ക്യുസാറ്റിൻ്റെ 2 wires question വായിക്കാം. 2 wires A and B are stretched by the same load. 2 wires A and B are stretched by the same load. The area of cross section of the wire A is double that of B. Then the stresses on B. Stress on B ആണ് ചോദിച്ചേക്കുന്നത്. So this is a very simple question. രണ്ട് വയേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി. എ ഉണ്ട്, ലെങ്ത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ലെറ്റ് ഇറ്റ് ബി എ, ഇത് ബി. രണ്ടിനും സെയിം ലോഡാണ്. സെയിം ലോഡെന്ന് വെച്ചാൽ ഇതൊരു എഫ് ആണെങ്കിൽ സെയിം ലോഡ്. സെയിം ലോഡെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും, വെയിറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവും. വെയിറ്റ് ദെൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി. ലെറ്റ് ഇറ്റ് ബി F1. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു F2 ഈസ് ഈക്വൽ ടു എന്താ, എഫ് എ അല്ലേ. എഫ് എ ഈക്വൽ ടു എഫ് ബി ഈസ് ഈക്വൽ ടു F1 തന്നിട്ടുണ്ട്. ലോഡ് ഈസ് സെയിം, 2 കേസസ്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ, ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വയർ എ. ഏരിയ ഓഫ് എ ആണെങ്കിൽ വാട്ട് ഈസ് ഏരിയ ഓഫ് ബി തന്നേക്കുന്നത്. ഏരിയ ഓഫ് ബി ഈസ് ഡബിൾ ദാറ്റ് ഓഫ് എ. അപ്പോൾ ഏരിയ ഓഫ് ബി 2A ആയിരിക്കും. അത്രയും തന്നിട്ടുണ്ടല്ലേ. സോ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എഫ്. ഏരിയ ഓഫ് എ ഈസ് ഈക്വൽ ടു എ. ഏരിയ ഓഫ് ബി ഈസ് ഈക്വൽ ടു 2A. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഓൺ ബി ഈസ് എത്ര ടൈംസ് ആണ് എയിൻ്റെ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ട്രെസ് ഓൺ എ ബൈ സ്ട്രെസ് ഓൺ ബി. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ സ്ട്രെസ് ഓൺ എ എന്ന് പറഞ്ഞാൽ എത്രയാ, ഫോഴ്സ് ഓൺ എ എഫ് ആണ്, ഏരിയ എ തന്നെയാണ്. സ്ട്രെസ് ഓൺ ബി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഡ് സെയിം ആയതുകൊണ്ട് ഫോഴ്സ് ഇസ് ഓൾസോ സെയിം. ഏരിയ എന്ന് പറഞ്ഞാൽ 2A തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ബൈ എ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിക്കാം, 2A ബൈ എഫ് അല്ലേ. സിഗ്മ എ ഡിവൈഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് എ ക്യാൻസൽ ചെയ്ത് ഇറ്റ് ഈസ് 2. സോ സിഗ്മ ബി ആണ് നമ്മളോട് ചോദിക്കുന്നത്. ബി എന്ന് പറയുന്നത് 2 സിഗ്മ ബി ഈസ് ഈക്വൽ ടു സിഗ്മ എ വരും അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ സിഗ്മ ബി ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ 2. സോ സ്ട്രെസ് ഇൻ ബി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ എ ഡിവൈഡഡ് ബൈ 2. സോ ഹാഫ് ദാറ്റ് ഓൺ എ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രം മതി. ഫോഴ്സ് ബൈ ഏരിയ, ഇതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് തന്നെയാണ് ലോഡ് എന്ന് പറയുന്നത്. സെയിം ലോഡ് എന്ന് പറഞ്ഞു. ലോഡ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ഫോഴ്സ്. ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഫോഴ്സ്. ദെൻ ഫോഴ്സ് ഓഫ് ദിസ് വൺ ആൻഡ് ഫോഴ്സ് ഓഫ് ദാറ്റ് വൺ ഈസ് സെയിം. ദെൻ ഏരിയ ഓഫ് ദിസ് വൺ, ഇതിൻ്റെ ഡബിൾ ആണ് ദാറ്റ് ഏരിയ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഫോർമുല, സ്ട്രെസ് is equal to force by area. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്ട്രെസ് 1 സ്ട്രെസ് ബി, സ്ട്രെസ് ഓഫ് എ ഡിവൈഡ് ബൈ സ്ട്രെസ് ഓഫ് ബി ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ആൻ ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. നെക്സ്റ്റ് ഒരു ഗ്രാഫ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഗ്രാഫൊക്കെ തരുമ്പോൾ നമ്മൾ പേടിക്കരുത്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ആൻസർ ദാറ്റ് തിങ് ഓൾസോ. ഓക്കെ, ദ ഫിഗർ ബിലോ ഷോസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത് ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഓൺ ദ എക്സ് ആക്സിസ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ടൈം വേഴ്സസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫാണ് തന്നേക്കുന്നത്. സോ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ദി പാർട്ടിക്കിൾ ഈസ് കണ്ടിന്യൂസ്ലി ഗോയിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെ ഇത് ശരിയാണ്. ഫസ്റ്റ്ലി ഇത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുകയാണ്. ബട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇത് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ടൈമിൽ T0 കഴിഞ്ഞ് T1 T2 T3 പറയുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നില്ലല്ലോ. അവിടെ സ്റ്റോപ്പ്, എക്സ് ആണ് മൂവ്മെൻറ്റ്. ആ എക്സ് അവിടെ കാണുന്നില്ല. സോ ദാറ്റ് കനോട്ട് ബി കറക്റ്റ്. ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. അത് പറയാൻ പറ്റില്ല. പാർട്ടിക്കിൾ റെസ്റ്റ് ആണെങ്കിൽ ടൈമിനനുസരിച്ച് അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. എക്സ് ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് ആയിരുന്നെങ്കിൽ ആ പാർട്ടിക്കിൾ എന്താ കാണുന്നത്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പാരലൽ ടു എക്സ് ആക്സിസ്, പാരലൽ ടു ആ ടൈം ഡയറക്ഷനിൽ തന്നെ അത് പോയി. ടൈം മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ദ വെലോസിറ്റി ഇൻക്രീസസ് അപ് ടു എ ടൈം T0 ആൻഡ് ദെൻ ബിക്കംസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ടൈം T0 വരെ, അതിനുശേഷം വെലോസിറ്റി കോൺസ്റ്റൻ്റായി പോകുന്നതെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ശരിയാണ്, വെലോസിറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തതെന്ന് പറയാം. ബട്ട് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സോ സ്ലോപ്പ് ഈ സ്ഥലത്ത് എല്ലായിടത്തും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ലോപ്പ് ഈസ് സെയിം.
സെയിം എവരിവെയർ. അതുകൊണ്ട് വെലോസിറ്റി ഡിഫറൻ്റ് അല്ല, വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് അപ് ടു T0. അതിനുശേഷം വെലോസിറ്റി പറയുന്നില്ല. അതിനുശേഷം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഈ പോയിന്റിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ആ പോയിന്റിന് ശേഷം നെക്സ്റ്റ് പോയിന്റിൽ ഇതിപ്പോൾ ഒരു x0 ആണെങ്കിൽ ആ x0ന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നേ ഇല്ല. സോ വി കാൺ ചേഞ്ച് ഇറ്റ് ആസ് എ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ ലാസ്റ്റ് ഓപ്ഷൻ, ദ പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അപ് ടു എ ടൈം T0 ആൻഡ് ദെൻ സ്റ്റോപ്സ്. അതാണ് റൈറ്റ് ആൻസർ. എന്താണ്? പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ T0 വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റും കൂടുന്നുണ്ട്. അപ്പോൾ അത് സെയിം റേഞ്ചിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇവിടെ വരെ വന്നു. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് എത്ര ടൈം പിന്നെ പോയാലും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി 0. ആ പാർട്ടിക്കിൾ പിന്നെ മൂവ് ചെയ്യുന്നില്ല. ആ പാർട്ടിക്കിൾ അവിടെ ചെന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ദ പാർട്ടിക്കിൾസ് മൂവ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ടിൽ ടൈം T0 ആൻഡ് ദെൻ ദ പാർട്ടിക്കിൾ സ്റ്റോപ്സ് മൂവിങ്. പിന്നെ എത്ര ടൈം കഴിഞ്ഞാലും, ഇതിപ്പോൾ 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ കഴിഞ്ഞാലും ആ പൊസിഷൻ അതിപ്പം 5 മീറ്റേഴ്സിലാണ് അതിരുന്നതെങ്കിൽ പിന്നെ ആ 5 മീറ്റർ കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുന്നേ ഇല്ല. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണോ, വെലോസിറ്റി ആണോ, ആക്സലറേഷൻ ആണോ, എന്താണ് വൈ ആക്സിസിൽ തന്നിരിക്കുന്നത് നോക്കുക. എക്സ് ആക്സിസിൽ മിക്കവാറും ടൈം ആയിരിക്കും. സോ എന്താണ് ഈ 2 ആക്സിസിലും തന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ആൻസർ ദ ക്വസ്റ്റ്യൻ. Okay.